നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു കൊലപാതകം നടന്നു. അത് ചാർലി കിർക്ക് എന്ന് പറയുന്ന ട്രംപിൻ്റെ അനുഭാവി എന്നും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവി എന്നൊക്കെ പറയുന്നതായ വ്യക്തിയാണ്. ഇദ്ദേഹം യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, യുവാക്കൾക്കിടയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, യുവാക്കളും യുവതികളുമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശ്രോതാക്കൾ. അവരോട് സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെടിയേറ്റ് കൊല്ലപ്പെടുകയാണുണ്ടായത്. എന്താണ് ഇദ്ദേഹത്തെ കൊല്ലാനായിട്ടുള്ള കാര്യം എന്ന് ചിന്തിക്കാം. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ ട്രംപുമായിട്ടുള്ള വൈരാഗ്യം അല്ലെങ്കിൽ ട്രംപിനോടുള്ള വൈരാഗ്യം തീർത്തതാകാം ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ട് എന്നുള്ള നിലയിൽ. ട്രംപിനോടൊപ്പം ഇദ്ദേഹത്തെ നോക്കി കാണാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം നിസ്സാരക്കാരനായിരിക്കുന്ന ഒരു ആളല്ല. 3500ഓളം കോളേജുകളിൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ ടേണിംഗ് പോയിൻ്റ് USA എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയുടെ CEO ആണ് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജ് ക്യാമ്പസുകളിൽ ചെല്ലുക, അവിടെയുള്ള യുവതി യുവാക്കളുമായിട്ട് സംവദിക്കുക. അദ്ദേഹം സംവദിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മോറൽ ആണ്, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവരുമായിട്ട് സംവദിക്കുന്നത്. ഈ പുതിയ യുവാക്കളും യുവതികൾക്കും ആ പഴയ വിശ്വാസം, പൂർവികരുടെ വിശ്വാസം അതേപോലെ പിന്തുടരുന്നവരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും അവർ വളർന്നു വന്നിരുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ആ പഴയ മൂല്യങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ തിരിച്ച് ആ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ആളാണ് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സംഘടന ചെയ്യുന്നതായിരിക്കുന്ന കാര്യം. ഒരുപാട് വേദികൾ ഇങ്ങനെ ഒരുക്കും. ആ വേദികളിൽ ഇദ്ദേഹം സംസാരിക്കും. ഇദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കും. യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത് അത് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചതാണ് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആപ്തവാക്യത്തിലും പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വി ബിലീവ് ഇൻ ഗോഡ് എന്നുള്ള നിലയിലാണ്. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ അവരുടെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത്. ഈ വഴിതെറ്റിപ്പോയ യുവാക്കളെ തിരികെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോട് പ്രവർത്തിക്കുന്ന വ്യക്തി. ഇദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫാമിലി എന്ന് പറയുന്ന വിഷയം. അപ്പനും അമ്മയും തമ്മിൽ ഡിവോഴ്സായിട്ട് നിൽക്കുന്നു. അവരിലൂടെ ജനിച്ച മക്കളെന്ന് പറയുന്ന അവരെ അപ്പനും അമ്മയുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാതെ, ഫാമിലിയുമായിട്ട് കാര്യമായ ബന്ധമില്ലാതെ അവർക്ക് അവരുടേതായ വഴി പോകുന്നതായിരിക്കുന്ന യുവാക്കൾ, ഡ്രഗ്സിനും അതുപോലെ തന്നെ മറ്റ് ലഹരികൾക്കും അതുപോലെ തന്നെ സെക്ഷലായിട്ടുള്ള വൈകൃതങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നതായ മനുഷ്യർ. അതുപോലെ തന്നെ ക്യാമ്പസുകളിൽ ദൈവമില്ല, ഏത്തിസത്തിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർ, അതിൻ്റെ മറപറ്റിക്കൊണ്ട് സെക്ഷലായിട്ടുള്ള വൈകൃതങ്ങളിലേക്ക്, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഷയങ്ങൾ, അതുപോലെ LGBTQ എന്നൊക്കെ പറയുന്ന ആ വിഷയങ്ങൾ എല്ലാത്തിനെയുമാണ് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അമേരിക്കയിലെ യുവത നേരിടുന്നതായിരിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ അനുഭാവികളായിട്ട് അവിടുത്തെ യുവാക്കൾ മാറുന്നു, അല്ലെ യുവതി യുവാക്കൾ മാറുന്നു. ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇദ്ദേഹം പലതും പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഈ ക്യാമ്പസുകളിലൂടെ നടന്ന് പറയുന്ന കാര്യം, നിങ്ങൾ വിവാഹം കഴിക്കുക, ഫാമിലി ഉണ്ടാകുക, കുട്ടികളുണ്ടാകുക, അങ്ങനെ അമേരിക്കയുടെ പഴയ കൾച്ചറിലേക്ക് തിരികെ പോവുക, ക്രൈസ്തവ മൂല്യങ്ങളെ മുറുകെ പിടിക്കുക, വിശ്വാസമുള്ളവരായി തീരുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള നിലകളിലാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരായിട്ട് വരുന്ന ചോദ്യങ്ങളെ അദ്ദേഹം വളരെ റാഷണലായിട്ട്, വളരെ ലോജിക്കായിട്ട് അതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന വിഷയമാണ് ഈ അബോർഷൻ എന്ന് പറയുന്ന വിഷയം. അമേരിക്കയിൽ നമുക്കറിയാം സിംഗിൾ മദേഴ്സ് കൂടുതലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. സിംഗിൾ മദേഴ്സ് എന്ന് പറയുമ്പോൾ പല നിലകളിൽ ആകാം സിംഗിൾ മദേഴ്സ്. അതുകൂടാതെ ഈ പറയുന്ന നിലയിൽ ചെറിയ കാലഘട്ടത്തിലേക്കുള്ള ചില റിലേഷനിലൂടെയും അല്ലാതെയൊക്കെ വരുന്നതായിരിക്കുന്ന സിംഗിൾ മദേഴ്സ്. അപ്പോൾ അവർ നേരിടുന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ അബോർഷൻ്റെ പ്രോബ്ലങ്ങളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു. ആ പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെ. അപ്പോൾ അതിനെതിരായിട്ട് വാദിക്കാൻ വരുന്നവരെ ഇദ്ദേഹം ഖണ്ഡിച്ച് സംസാരിച്ച് പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ടോക്സ് കേൾക്കാനായിട്ട് നിരവധി യുവാക്കളും യുവതികളും കൂടിയിട്ട് അതിലെ ഈ പറയുന്ന കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ലിബറലുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലിബറലുകളും ലെഫ്റ്റ് ലിബറലുകളായിട്ടുള്ളവരും റൈറ്റ് ആയിട്ടുള്ളവരും എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ഈ ലെഫ്റ്റ് ലിബറലായിട്ടുള്ള യുവാക്കളും യുവതികളും പോലും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്താൽ സ്വാധീനിക്കപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരും ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യത്തിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ കടന്നു വന്നിട്ട് ആ ഒരു അച്ചടക്കത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ
അവർ തീരുമാനമെടുക്കുന്നതായിരിക്കുന്ന ആൾക്കാരെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അമേരിക്കയിൽ ഉടനീളം ഇദ്ദേഹത്തിൻ്റെ ടോക്സ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഈ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വല്ലാതെ യുവാക്കൾക്കിടയിൽ സ്വാധീനിക്കുന്നു. ഇയാൾക്ക് 31 വയസ്സേ ഉള്ളൂ. ഇദ്ദേഹത്തിന് ഭാര്യയുണ്ട്, ചെറിയ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ഈ മാതൃകയാണ്. മാത്രമല്ല പിന്നെ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന പറഞ്ഞാൽ LGBTQ എന്ന് പറയുന്നതായിരിക്കുന്ന ആ പ്രശ്നമാണ്. അദ്ദേഹം അവരോട് പറയുന്നതായ കാര്യം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട സെക്സേ ഉള്ളൂ, ആണും അതുപോലെ തന്നെ പെണ്ണും എന്ന് പറയുന്നത്. അതിനപ്പുറം ഉള്ളത് അതല്ല എന്ന് അദ്ദേഹം അതിനെ അംഗീകരിക്കുന്നില്ല. അത് ട്രംപ് ഭരണകൂടം വരുന്നതിന് മുൻപായിട്ട് തന്നെ അവർ പറഞ്ഞ കാര്യമാണ്. LGBTQ എന്ന് പറയുന്നത് എടുത്തു മാറ്റും. അതായത് ആണും പെണ്ണും എന്ന് പറയുന്നത് മാത്രമേ ജെൻഡർ കോളത്തിൽ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ പറയുന്ന മിലിറ്ററിയിലേക്കും മറ്റുമൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ വരെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അത് പറയുകയുണ്ടായി. അതുപോലെ പലതും അവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്നതായിരിക്കുന്ന ആശുപത്രികൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും, പ്രത്യേകിച്ച് ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ അവർ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ അജണ്ടയിലുള്ള കാര്യം. അദ്ദേഹം ക്യാമ്പസുകളിലൂടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രൊപ്പഗണ്ട അത് നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ റാലികൾ നടക്കുന്ന സമയത്തും ക്യാമ്പസുകളിൽ ഒരുപാട് യുവാക്കളെ സ്വാധീനിക്കാനായിട്ട് ഈ ചാർലി കിർക്കിനെ സാധിച്ചു എന്നുള്ളതാണ്. അത് ട്രംപിന് ഒരു തരത്തിൽ ഗുണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന് തന്നെ ഇദ്ദേഹത്തോട് വലിയ വൈരാഗ്യം വരാനായിട്ട് കാരണമായി എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ടോക്സ്. കാരണം ഇദ്ദേഹം അവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവർ പലരും ഇദ്ദേഹത്തെ റേസിസ്റ്റ് എന്നും ഇദ്ദേഹത്തെ ഫാസിസ്റ്റ് എന്നും ഒക്കെ പറയുന്നതായിരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിനെതിരായിട്ടൊരു വൈരാഗ്യം ഈ തലത്തിൽ ലെഫ്റ്റ് ലിബറലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. പലരും ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നതായിരിക്കുന്ന ഇദ്ദേഹത്തോട് ചോദ്യം ചോദിച്ച് പൊട്ടിത്തെറിക്കുന്നതായിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ് പ്രൂവ് മീ റോങ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പ്രൂവ് മീ റോങ്. അപ്പോൾ അത് വളരെ ഫേമസ് ആണ്. അത് കേൾക്കാനായിട്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട്. അതിലൂടെയും ആൾക്കാർ സ്വാധീനിക്കപ്പെടുന്നു. ഇതൊരു വലിയ പ്രശ്നമായിട്ട് ലെഫ്റ്റ് ലിബറലുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തോടുള്ള തീരാത്ത പകയുടെയും അതുപോലെ തന്നെ തീരാത്ത വൈരാഗ്യത്തിൻ്റെയും പരിണിത ഫലമായിട്ടാണ് ഇന്ന് അയാൾ അവിടെ കൊല ചെയ്യപ്പെടാനായിട്ട് ഇടവന്നതെന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആരാണ് ചെയ്തതെന്നറിയാനായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പോലീസിന് ഒരു റൈഫിൾ കിട്ടുന്നുണ്ട്. ആ റൈഫിളിലെ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡറും അതുപോലെ തന്നെ ആൻറ്റി ഫാസിസ്റ്റ് ഐഡിയോളജിയാണ് അതിന്മേൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ തോക്കിൽ, ആ റൈഫിളിൽ. അതാണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ആരാണിത് ചെയ്തതെന്നും ഒന്നും കൃത്യമായിരിക്കുന്ന വിവരമില്ല. പക്ഷേ അവർ പറഞ്ഞു കഴിഞ്ഞു, ട്രംപും അതുപോലുള്ള മറ്റുള്ളവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു, ആരാണെങ്കിലും എന്ത് ചെയ്യും, ഇത് പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഈ സംഭവം നടന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പലരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. പലരും ഈ കാര്യത്തെ അപലപിച്ചുകൊണ്ട്, ഈ നടന്ന സംഭവത്തെ അപലപിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. അത് ഈ ലെഫ്റ്റ് ലിബറലുകൾ പോലും അതിനെ അപലപിക്കുന്നുണ്ട്. കാരണം ഒരാൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. നമ്മൾ പോലും നമ്മളുടെ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന സംഭവം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്, നമ്മുടെ ഭരണഘടനയിലേക്ക്. അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഈ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ആ സങ്കല്പം അത് നമുക്ക് വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ എന്ന് കരുതിക്കൊണ്ട് ആളെ കൊന്നു തീർക്കാനല്ല നോക്കേണ്ടത്. അത് എതിർവശത്ത് നിൽക്കുന്നവരുടെ പരാജയമാണെന്നുള്ളതാണ്. അദ്ദേഹത്തോട് വാദിച്ച് ജയിക്കാൻ കഴിയാത്തവരുടെ ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞതിന് ശേഷം പലരും അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ക്രിസ്തീയ രക്തസാക്ഷിയാണ് എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ പല ചർച്ചുകളുടെ ഉപദേശങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. ആ ഉപദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരാളാണ്. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ആ മൂല്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രസംഗിച്ച ആളാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ പലരും ആ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശ്ലാഘനീയമായിരിക്കുന്ന ഒന്നാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ ഇദ്ദേഹത്താൽ സ്വാധീനിക്കപ്പെട്ടവരും അല്ലാത്തവരും എല്ലാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെയും ഇദ്ദേഹത്തെ ആ നിലയിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റ് ഒന്നെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അദ്ദേഹം വളരെ ഗംഭീരമായിട്ടാണ് എതിർവാദങ്ങൾക്ക് ഉത്തരം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പേര് തന്നെ അതാണ്, പ്രൂവ് മീ റോങ് എന്നുള്ള നിലയിലാണ്.
അപ്പോൾ അങ്ങനെ ഒരു വെല്ലുവിളിയോടുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെതിരായി ചോദ്യം ചോദിക്കാൻ വന്നവർ പലരും മുട്ടുമടക്കി മടങ്ങുന്നതായിരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഡേ കെയറിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നതായിരിക്കുന്ന അപ്പനെയും അമ്മയോടും ആ ഒരു സംസ്കാരത്തോട് അദ്ദേഹം എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് അമേരിക്കയുടെ കൾച്ചറല്ല എന്നാണ് പറയുന്നത്. അത് പിൽക്കാലത്ത് ലിബറലിസത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറിയതായ കൾച്ചറാണ് എന്നാണ് പറയുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയുടെ കൾച്ചറല്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും അല്ല നമ്മുടെ മക്കളെ വളർത്തേണ്ടത്, നമ്മളാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡേ കെയർ സിസ്റ്റം അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അത് മാറ്റണം. അത് മാറ്റിയിട്ട് മക്കളെ വളർത്തേണ്ടത് അപ്പനും അമ്മയുമാണ്. അവരുടെ മൂല്യത്തിൽ വേണം മക്കൾ വളർന്നു വരേണ്ടത്, അല്ലാതെ വല്ലവരുടെയും മൂല്യത്തിലല്ല മക്കൾ വളർന്നു വരേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയണം. അത് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിനെതിരായിട്ട് അദ്ദേഹം ശക്തമായിട്ട് വാദിക്കുന്ന ആളാണ്. വിവാഹബന്ധം എന്ന് പറയുന്നത് അത് സ്ട്രോങ് ആയിരിക്കണം, അത് അടിയുറച്ചതായിരിക്കണം എന്നിങ്ങനെ തുടങ്ങുന്നതായിരിക്കുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ, അതാണ് അമേരിക്കയുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ കൊണ്ടുവരാനായിട്ട് വാദിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ റൈറ്റ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കൺസർവേറ്റീവ് എന്നുള്ള നിലയിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു തികഞ്ഞ ദേശീയവാദി എന്നുള്ള നിലയിലൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു പാട്രിയോട്ട് എന്നുള്ള നിലയിലൊക്കെ പറയാം. അങ്ങനെ പറയുന്നവരുണ്ട്. അതൊരു അർത്ഥത്തിൽ ശരിയുമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അതിലൂടെ പറഞ്ഞു വെക്കുന്നതായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ പഴയ ധാർമ്മിക മൂല്യങ്ങളിലേക്ക്, ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരികെ പോവുക, പ്രത്യേകിച്ച് യുവാക്കളെ തിരികെ കൊണ്ടുപോവുക, യുവതികളെ തിരികെ കൊണ്ടുപോവുക. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഈ പുതു ലിബറലിസത്തിലേക്ക് അല്ലെങ്കിൽ ഈ പുതിയതായിരിക്കുന്ന ആശയധാരയിലേക്ക് വഴിതെറ്റി പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ജെൻഡറിസത്തിലേക്കും മൂല്യച്യുതികളിലേക്കും ഒക്കെ വഴിതെറ്റി പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.